ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അനന്തകൃഷ്ണൻ. റിങ്സ് ആൻഡ് റാച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ടയർ പഞ്ചറിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരും ധാരാളം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും ഒറ്റ പ്രാവശ്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ടയർ പഞ്ചറിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകാൻ ഏറെ സാധ്യത കൂടുതലാണ്. നമ്മളൊരു യാത്ര പോകാൻ തുടങ്ങിയോ അല്ലെങ്കിൽ ഒരു യാത്രക്കിടയിലോ ടയർ പഞ്ചറായ നല്ല പണി കിട്ടുന്ന ഒരു കേസാണ് ഈ ടയർ പഞ്ചർ. അപ്പം നമുക്ക് തന്നെ ഇത് സ്വന്തമായിട്ട് ഇത് റിപ്പയർ ചെയ്യാൻ സാധിച്ചാലോ? അതെങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. പഞ്ചർ റിപ്പയറിങ് സീല്. ഇത് ട്യൂബ്ലെസ് ടയർ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു ബോക്സായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് ഇതാണ് പഞ്ചർ റിപ്പയർ ചെയ്യുന്ന സീല്. ഈ സീലാണ് നമ്മൾ ടയർ പഞ്ചറായ ഹോളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ 2 സാധനം കൂടെ വരുന്നുണ്ട്. അതൊരു കിറ്റായിട്ടാണ് കിട്ടുന്നത്. സാധാരണയായിട്ട് നമ്മുടെ ഓട്ടോമൊബൈൽ ആക്സറീസ് ഒക്കെ വിൽക്കുന്ന കടകളിൽ കിട്ടും. അല്ലെങ്കിൽ ഓൺലൈനിൽ ആമസോൺ പോലുള്ള സൈറ്റുകളിൽ ഇതിപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് വലിയ വിലയൊന്നും ഒരു 500 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ആ സീല് ഇൻസേർട്ട് ചെയ്യുന്ന ടൂളാണിത്. ഇത് ഈ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ ആ സീല് പ്രസ് ചെയ്ത് വെച്ച ശേഷം ഇതാണ് നമ്മൾ ടയറിനകത്തേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അത് ഏതാണോ പഞ്ചറായ ഹോൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പഞ്ചറായ ഹോളെന്ന് പറഞ്ഞാൽ ചെറിയ സൂചി പഞ്ചറൊക്കെ ആണെങ്കിൽ ഇത് കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഹോള് വലുതാക്കാൻ വേണ്ടി ഈ ഒരു ടൂളാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു മുനയം പോലത്തെ സാധനമാണ്. നമുക്കിത് ഇല്ലെങ്കിൽ ഒരു സ്കൂട്ടർ ഉപയോഗിക്കാം. ഇതൊരു കിറ്റായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ 3 സാധനം ഇൻക്ലൂഡിങ് കിറ്റായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ടയറിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇത് അവൈലബിൾ ആണ്, ഈസിലി അവൈലബിൾ ആണ്. നമുക്ക് ഓൺലൈനിൽ കൂടെ തന്നെ ഓർഡർ ചെയ്ത് മേടിക്കും. ഒരു 500-600 രൂപയേ ഉള്ളൂ. നമുക്കപ്പോൾ ടയർ വീഡിയോയിലേക്ക് കിടക്കാൻ നമുക്ക് പഞ്ചർ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ശരിക്കും പഞ്ചർ ഒട്ടിക്കുകയല്ല, പഞ്ചർ റിപ്പയറാണ് ചെയ്യുന്നത്. പഞ്ചർ ഒട്ടിക്കുന്നത് ട്യൂബുള്ള ടയറിലാണ്. ഇത് ട്യൂബ്ലെസ് ടയറാണ്. ട്യൂബ്ലെസ് ടയറിനും അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അവിടെ ഒരു ആണി കയറിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ആണി ഇരിക്കുന്നത്. അപ്പോൾ ആണി ഫസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യാണ്. നമുക്കൊക്കെ സാറിന് പഞ്ചറാകുമ്പോൾ ചിലപ്പോൾ ആണി ഇവിടെ കാണണമെന്നില്ല. ആണി ചിലപ്പോൾ തിരിച്ചൂരിപ്പോൾ പഞ്ചറായ ശേഷം. അപ്പോൾ അവിടെ ഹോളായിരിക്കും. നമുക്ക് സോപ്പ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം ഹോൾ എവിടെ ആണെന്ന്. ഞാനത് പ്ലെയർ ഇട്ട് ഒരു ആണിയെ പുറത്തെടുത്ത് കേട്ടോ. ഒരു ചെറിയൊരു കുഞ്ഞാണിയാണ്, ഒരു സ്ക്രൂ ആണ് സാധനം. ഒരു ചെറിയ ഹോളാണ് അവിടെ. ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് വെച്ചാൽ ഈ ഹോളിലേക്ക് നമ്മുടെ പഞ്ചർ ഒട്ടിക്കുന്ന സീല് കയറത്തില്ല. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഹോൾ ലൈറ്റ് ഇട്ടൊന്ന് വലുതാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് നോക്കി അവിടെ. അപ്പോൾ ഒരു ചെറിയ ഹോളാണ്, അവിടെ ബബിൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചുള്ള ഒരു ടൂള്, ഒരു മുനയം പോലത്തെ. അപ്പോൾ ആ സാധനം ഇട്ടിട്ട് നമ്മൾ ആ പഞ്ചറായ ഹോള് ലൈറ്റ് ഇട്ട് വലുതാക്കി കൊടുക്കണം. എങ്കിലും നമ്മുടെ സീൽ അവിടെ കയറത്തുള്ളൂ. ഒത്തിരി വലുതാക്കല്ലേ. ഒത്തിരി വലുതായി കഴിഞ്ഞാൽ അത് എയർ ലീക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ സീല് വെച്ചാൽ പിന്നെ 2 സീലെല്ലാം വെച്ച് അതിനകത്ത് കയറ്റി വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഹോള് വലുതാക്കി കൊടുക്കുകയാണ്. വലുതാക്കി കൊടുത്ത ശേഷം നമ്മൾ സീൽ അതിനകത്തേക്ക് കുത്തി കയറ്റുകയാണ്. ആദ്യം കാണിച്ച ഒരു ടൂളുണ്ടല്ലോ, ഒരു ചെറിയ ഗ്യാപ്പുള്ള, അതിനകത്താണ് നമ്മൾ സീൽ വെക്കുന്നത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹോള് വലുതാക്കിയിട്ടുണ്ട്. ഹോള് വലുതാക്കിയ ശേഷം നമ്മുടെ പഞ്ചർ സീലെടുക്കുകയാണ്. ആ സീല് നമ്മുടെ ആദ്യം കാണിച്ച ആ ടൂളിനകത്തേക്ക് വെക്കണം. ഇതായി കാണുന്നതാണ് പഞ്ചർ സീല്. ഞാൻ ആദ്യം കാണിച്ച ഒരു റബ്ബറിൽ പോലത്തെ ഒരു സാധനമാണ്. ഒരു ഗമ്മാണത്, ഒരു പ്രത്യേക തരം ഗമ്മാണത്. ഞാൻ ഒരെണ്ണം അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ്. ഒരു ഗമ്മിൻ്റെ സ്റ്റിക്ക് പോലെ ഇരിക്കുന്ന സാധനം. അപ്പോൾ അതെടുത്തിട്ട് ആ ടൂളിനകത്തേക്ക് നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് പ്രസ് ചെയ്താൽ ആ ടൂളിൻ്റെ എൻഡിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ ഗ്യാപ്പിനകത്തേക്ക് നമ്മൾ പഞ്ചറിൻ്റെ ആ സീല് പ്രസ് ചെയ്ത് കയറ്റുക. ജസ്റ്റ് ഒന്നുമില്ല, നമുക്കത് കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെ ചെയ്യണം. അതിനകത്തേക്ക് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കയറ്റിയാൽ മതി. അത് പ്രസ് ചെയ്ത് കയറ്റിയിട്ട് നമ്മുടെ പഞ്ചർ ഹോളിലേക്ക് ചുമ്മാ പ്രസ് ചെയ്തും കയറ്റി വിട്ടാൽ മതി. ഇച്ചിരി ബലം പിടിക്കണം. ഇതൊരു വലിയ വണ്ടി ടയറാണ്, അതുകൊണ്ട് ഹൈറ്റ് കൂടുതലുള്ളതാണ് എനിക്ക് കറക്റ്റായിട്ട് പവർ കിട്ടത്തില്ല. ചെറിയ ടയറൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൈകൊണ്ട് പ്രസ് ചെയ്ത് അങ്ങ് കയറ്റി വിട്ടാൽ മതി. അതായത് പഞ്ചർ സീൽ അതിനകത്തേക്ക് ടൂളിനകത്തേക്ക് ഇപ്പോൾ കാണിക്കുന്ന രീതിയിൽ അങ്ങ് പ്രസ് ചെയ്ത് വെക്കുക. കണ്ട അതിനകത്ത് നീളത്തിലങ്ങ് വെച്ചാൽ മതി അതിലേക്ക്. എന്നിട്ട് നമ്മളെ പഞ്ചർ ആയ ഹോളിനകത്തിട്ട് പ്രസ് ചെയ്ത് കയറ്റണം. കുറച്ച് ബലം പിടിച്ച് പ്രസ് ചെയ്ത് കയറണം. ഇതൊരു വലിയ ടയറായതുകൊണ്ട് കുറച്ച് പാടാണ്. നമ്മുടെ ചെറിയ വണ്ടിയുടെ ടയറൊക്കെ ആകുമ്പോൾ ഈസി ആയിട്ട് കയറിപ്പോവും. കണ്ടോ, ഇതങ്ങ് പ്രസ് ചെയ്ത് കയറ്റി വെക്കുക. അത്രയുള്ള പരിപാടി. കണ്ടോ, കയറിയിട്ടുണ്ട്. കുറച്ച് ബാലൻസ് ടയറിൻ്റെ മുകളിൽ നിൽക്കുന്ന പരുവാകും. ഫുള്ള് കയറ്റില്ല, കുറച്ച് ടയറിൻ്റെ പുറത്തേക്ക് നിൽക്കുക. എന്നിട്ട് നമ്മൾ ആ ടൂളങ്ങ് വലിച്ചൂരിയെടുക്കുക. അത്രയുള്ള പരിപാടി. ഇപ്പോൾ അതിനകത്ത് ടയർ ലീക്കൊന്നും കാണിക്കുന്നില്ല. വേണമെങ്കിൽ സോപ്പ് വെള്ളം ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. സോപ്പ് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇല്ല, ലീക്കൊന്നുമില്ല. എന്നിട്ട് ബാക്കി നിൽക്കുന്ന പോർഷനും കട്ട് ചെയ്ത് കളഞ്ഞു. ഒരു ബ്ലേഡ് ഇട്ടോ അല്ലെങ്കിൽ ഒരു കട്ടർ ഇട്ടോ ബാക്കി ടയറിന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന പോർഷൻ ആ ടയറിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ലെവലിലും കട്ട് ചെയ്ത് കളയുക.
അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നൊരു ചോദ്യമാണ് ഇതിനകത്ത് കാറ്റെങ്ങനെ അടിക്കുമെന്ന്. നമുക്കിന്ന് ഈ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ കാറ്റ് പോകില്ല സ്വാഭാവികമായിട്ടും. അപ്പോൾ നമുക്കിന്ന് പോർട്ടബിൾ കംപ്രസർ ധാരാളം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വണ്ടിയുടെ 12 വോൾട്ട് DC-യിൽ പ്രവർത്തിപ്പിക്കുന്ന ചെറിയ പോർട്ടബിൾ കംപ്രസർ ഉണ്ട്. നമുക്ക് വണ്ടിക്കകത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും ആ സാധനം. എന്നിട്ട് അത് വെച്ച് നമുക്ക് വണ്ടിയുടെ 12 വോൾട്ട് DC കണക്ട് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഈസി ആയിട്ട് കാറ്റടിക്കാവുന്നതാണ്. അപ്പോൾ കംപ്രസറിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ദിവസം നിങ്ങൾക്കൊരു അൺബോക്സിംഗ് ആയിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോകളും കറക്റ്റായി കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.